ഹായ് വരും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ SSC ഹിസ്റ്ററിന്റെ പാർട്ട് 3 ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേദിക് പീരീഡിനെ പറ്റിയിട്ടാണ്. വേദിക് പീരീഡ്, ഏർലി ആൻഡ് ലേറ്റർ വേദിക് ഏജ്, ഇതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വേദിക് പീരീഡ് അല്ലെങ്കിൽ അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1500 BCE മുതൽ 600 BCE വരെയുള്ള സമയത്തിനാണ് നമ്മൾ വേദിക് ഏജ് എന്ന് പറയുന്നത്. ഇത് നെയിംഡ് ആഫ്റ്റർ വേദാസിന് ശേഷമാണ് വേദിക് പീരീഡ് എന്നുള്ള നെയിം വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മെയിൻ ആയിട്ട് ഈ വേദിക് പീരീഡിലെ ആളുകൾ വന്നിട്ടുള്ളത് ആര്യൻസ് ആണ് അല്ലെ. ആര്യൻസ് മൈഗ്രേറ്റഡ് ഫ്രം സെൻട്രൽ ഏഷ്യ ടു നോർത്ത് വെസ്റ്റ് ഇന്ത്യ അല്ലെ. സെൻട്രൽ ഏഷ്യയിൽ നിന്ന് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ കൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത് ഈ വേദിക് പീരീഡ് എന്ന് പറയുന്ന സമയമുള്ളത്. നമ്മുടെ വേദിക് പീരീഡ് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഏർലി വേദിക് പീരീഡും മറ്റൊന്ന് ലേറ്റർ വേദിക് പീരീഡും. ഏർലി വേദിക് പീരീഡ് പറയുമ്പോൾ അതിന്റെ സമയം എന്ന് പറയുന്നത് 1500 BCE മുതൽ 1000 BCE വരെയാണ് ഏർലി വേദിക് പീരീഡ് വരുന്നത്. അതിനുശേഷമുള്ള ലേറ്റർ വേദിക് പീരീഡ് അല്ലെ. ലേറ്റർ വേദിക് പീരീഡ് പറയുമ്പോൾ 1000 BCE മുതൽ 600 BCE വരെയുള്ള സമയത്തിനാണ് ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത്. ഈ സമയത്ത് മെയിൻ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഋഗ്വേദ, പിന്നെ വേറെ എന്താ ബ്രാഹ്മണാസ്, ആര്യൻകാസ്, ഉപനിഷസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ സമയത്തെ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ സോഴ്സസ് ഓഫ് വേദിക് പീരീഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് വേദാസ് ഉണ്ട്. വേദാസ് പറയുമ്പോൾ ഋഗ്വേദ, സമവേദ, യജുർവേദ, അഥർവവേദ തുടങ്ങിയ വേദാസ് ഒക്കെ നമ്മുടെ മെയിൻ സോഴ്സസ് ഓഫ് വേദിക് പീരീഡ് ആണ്. അതിനുശേഷം ബ്രാഹ്മണാസ് അല്ലെ. ബ്രാഹ്മണാസ് എന്ന് പറയുമ്പോൾ റിച്വൽ ടെക്സ്റ്റ് ആണ്, അതിന് നമ്മൾ ബ്രാഹ്മണാസ് എന്ന് പറയുന്നു. അതിനുശേഷം ആര്യൻകാസ് അല്ലെ. ആര്യൻകാസ് പറയുമ്പോൾ ഫോറസ്റ്റ് ബുക്സ്, ഫിലോസഫി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആര്യൻകാസിലാണ് വരുന്നത്. അതിനുശേഷമാണ് ഉപനിഷസ് വരുന്നത്. ഉപനിഷസ് പറയുമ്പോൾ സ്പിരിച്വൽ ആൻഡ് ഫിലോസഫിക്കൽ ടീച്ചിങ്സിനെയാണ് നമ്മൾ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. സോ ഈ ലേറ്റർ വേദിക് പീരീഡിന്റെ എവിഡൻസ് വന്നിട്ടുള്ളത് മെയിനായിട്ട് വന്നിട്ടുള്ളത് പുരാണാസ്, ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സിൽ നിന്നൊക്കെയാണ് നമ്മൾ വേദിക് പീരീഡിനെ പറ്റിയിട്ടുള്ള എവിഡൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതിനുശേഷം ഏർലി വേദിക് ഏജ്. അതിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു അല്ലെ. ഏർലി വേദിക് സ്റ്റേജിലെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു നമ്മൾ നോക്കുന്നത്. സൊസൈറ്റി ഡിവൈഡഡ് ഇൻ ടു ട്രൈബ്സ് അല്ലെ. സൊസൈറ്റി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അതായത് നമ്മൾ സമൂഹം തരംതിരിച്ചിട്ടുള്ളത് ഒന്ന് ട്രൈബ്സ്, പിന്നെന്താ രാജൻ അല്ലെ. ട്രൈബ്സ് പറയുമ്പോൾ ജനാസ്, ഇത് ലെഡ് ബൈ രാജൻ അല്ലെ. ഇത് ഭരിച്ചിരിക്കുന്നത് രാജനാണ്, കിങ്. അപ്പൊ ട്രൈബ്സ്, രാജൻ തുടങ്ങിയ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വേദിക് ഏജ്. അതിനുശേഷം രാജൻ എലക്ടഡ് ബൈ ട്രൈബൽ അസംബ്ലീസ്, സഭ ആൻഡ് സമിതി അല്ലെ. സഭ ആൻഡ് സമിതി കൂടിയിട്ടാണ് നമ്മുടെ രാജൻ കിങ്ങിനെ സെലക്ട് ചെയ്യുന്നത് അല്ലെ. ഒരു ട്രൈബൽ അസംബ്ലിയാണ്, അതിലെ സഭയും സമിതിയും കൂടിയിട്ടാണ് രാജന് കിങ്ങിനെ സെലക്ട് ചെയ്യുന്നത്. നോ ഹെറിഡിറ്ററി മൊണാർക്കി ഇനീഷ്യലി അല്ലെ. ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള, അതായത് തലമുറകളായിട്ട് കൈമാറി പോകുന്ന ഒരു മൊണാർക്കി രീതി ആദ്യം ഉണ്ടായിരുന്നില്ല. ഇനീഷ്യലി അങ്ങനത്തെ ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ആർമി മെയ്ഡ് ഓഫ് ട്രൈബൽ വാരിയേഴ്സ് അല്ലെ. ഒരു ആർമി അറിയുന്നത് ട്രൈബൽ വാരിയേഴ്സ് ചേർത്തായിരുന്നു ഒരു ആർമി ഉണ്ടായിരുന്നത്. ഇതിന്റെ ഇമ്പോർട്ടന്റ് ഒഫീഷ്യൽസ് അല്ലെ ഇവിടുത്തെ, അതായത് ഈ സഭയിലെ ഈ ഏർലി വേദിക് പീരീഡിലെ ഈ സൊസൈറ്റിയുടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ഒഫീഷ്യൽസിന്റെ പേരൊന്ന് പുരോഹിതായിരുന്നു, അത് പ്രീസ്റ്റ് അല്ലെ. സേനാനി എന്ന് പറഞ്ഞാൽ ആർമി ചീഫ്, ആൻഡ് ഗ്രാമണി എന്ന് പറഞ്ഞാൽ വില്ലേജ് ഹെഡ്. ഇങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള ഒഫീഷ്യൽസ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളെ ഏർലി വേദിക് ഏജിലെ എക്കണോമി നമ്മൾ ചർച്ച ചെയ്യണം. സോ അതിന്റെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് പാസ്റ്റോളിസം, അതായത് കാറ്റിൽ വെൽത്ത് അല്ലെ. കാറ്റിൽ വെൽത്ത് ആയിരുന്നു ആ സമയത്ത് മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അതായത് കാറ്റിൽ വെൽത്ത് പറയുമ്പോൾ ആ ഒരു വെൽത്ത് സ്റ്റാറ്റസിനാണ് കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എത്ര പശുക്കളുണ്ടോ, കാറ്റിൽസ് ഉണ്ടോ, അത് കൂടുതൽ വെൽത്തിനെയാണ് കാണിക്കുന്നത് ആ സമയത്ത്. അതിനുശേഷം അഗ്രികൾച്ചർ വാസ് സെക്കൻഡറി ബട്ട് പ്രസന്റ് അല്ലെ. അഗ്രികൾച്ചർ പറയുന്നത് സെക്കൻഡറി ആയിരുന്നു, പക്ഷെ ആ സമയത്തും അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു. അതിനുശേഷം വരുന്നതാണ് ട്രേഡ് ബൈ ബാർട്ടർ യൂസിങ് കൗസ് ആസ് എ യൂണിറ്റ് ഓഫ് വാല്യൂ അല്ലെ. അതിനുശേഷം എന്താ ബാർട്ടർ സിസ്റ്റം വരുന്നുണ്ട്. അതിലെന്താ പറയുക, കൗസിനെയാണ് ഒരു യൂണിറ്റ് ഓഫ് വാല്യൂ ആയിട്ട്, കിലോഗ്രാം, മില്ലി ലിറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ആ സമയത്ത് യൂസ് ചെയ്യുന്നത് കൗസിനെ ആയിരുന്നു ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയിരുന്നത്. യൂസ് ഓഫ് നിഷ്ക അല്ലെ. നിഷ്ക എന്ന് പറയുന്ന ഒരു ഗോൾഡ് ഓർണമെന്റ് ആ സമയത്ത് എന്താ പറയുന്നത് എക്സ്ചേഞ്ചിനായിട്ട്, ബാർട്ടർ സിസ്റ്റത്തിനായിട്ടും ചില സമയത്ത് യൂസ് ചെയ്തായിരുന്നു. അതിനുശേഷം ഏർലി വേദിക് ഏജിലെ സൊസൈറ്റി എങ്ങനെയായിരുന്നു വർക്ക് ചെയ്തത്. സോ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നു, അതായത് ഫാമിലി കോൾഡ്, ഒരു കുല എന്ന് പറഞ്ഞ ഫാമിലി ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു സൊസൈറ്റി ആയിരുന്നു ഏർലി വേദിക് ഏജിൽ ഉണ്ടായിരുന്നത്. അതിൽ വർണ്ണ സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലെ. വർണ്ണ സിസ്റ്റം ബേസ്ഡ് ഓൺ ഒക്യുപ്പേഷൻ, അതായത് കളർ ബേസ് ചെയ്തിട്ടുള്ള, കളർ മീൻസ് ഒരു വർണ്ണ സിസ്റ്റം ഉണ്ടായിരുന്നു, അത് ബേസ്ഡ് ഓൺ ഒക്യുപ്പേഷൻ ആയിരുന്നു അല്ലെ. ഒരു ജോലിയുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൽ മെയിൻ ആയിട്ട് ബ്രാഹ്മണാസ് അല്ലെ, പ്രീസ്റ്റിനെ ബ്രാഹ്മണാസ് എന്നൊരു ഇതായിട്ടും, അതിനുശേഷം ക്ഷത്രിയാസ്, വാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം വൈശ്യ എന്നാണ് പറയുന്നത്, അത് ഫാമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ആണ്. അങ്ങനത്തെ കുറച്ച് കാറ്റഗറീസ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ വരുന്നതാണ് ശൂദ്ര. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെർവൻസ് ആൻഡ് ലേബറേഴ്സ് ആണ്. അത് ശൂദ്ര എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. അതിനുശേഷം അടുത്ത് വരുന്നത് ലൈക്ക് അവിടുത്തെ വുമൺ ഹാഡ് ഹൈ സ്റ്റാറ്റസ് അല്ലെ. അവർക്ക് ഭയങ്കര ഹൈ സ്റ്റാറ്റസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ലൈക്ക് ദേ ക്യാൻ അറ്റംപ്റ്റ് അസംബ്ലീസ് ആൻഡ് ചൂസ് പാർട്ട്നേഴ്സ് ആൻഡ് സ്റ്റഡി
അല്ലെ സ്റ്റഡി പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയിരുന്ന ആ സമയത്ത്. സോ ഇതൊക്കെയായിരുന്നു ആ സമയത്ത് മെയിൻ ആയിട്ടുള്ള സൊസൈറ്റിയുടെ ഫോർമേഷൻ കാര്യങ്ങളൊക്കെ. അതിൽ വുമൺസിന് ഈ കാര്യം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്, വുമൺസിന് ഒരു ഹൈ സ്റ്റാറ്റസ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. സോ ഇതൊരു മെയിൻ പോയിന്റ് ആണ്. അതിനുശേഷം വരുന്നത് ഏർലി വേദിക് ഏജ് ആണ്. അതിന്റെ റിലീജിയൻ എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. സോ ലൈക്ക് വേർഷിപ്പ് ഓഫ് നാച്ചുറൽ ഗോഡ്സ് അല്ലെ, ആ സമയത്തുള്ള റിലീജിയൻ അതിൽ ഇന്ദ്ര എന്ന് പറയുമ്പോൾ റൈൻ ആൻഡ് വാറിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഇന്ദ്രനെ കണക്കാക്കിയിട്ടുള്ളത്. അതിനുശേഷം അഗ്നി എന്ന് പറയുന്നത് ഫയറിനെ ആയിരുന്നു. പിന്നെ വരുണ എന്ന് പറയുമ്പോൾ ഒരു കോസ്മിക് ഓർഡറിനെ ആയിരുന്നു വരുണനെ കണക്കാക്കിയിട്ടുള്ളത്. പിന്നെ സൂര്യ എന്ന് പറയുന്നത് സണ്ണിനെയാണ് കാണിക്കുന്നത്. നോ ഐഡൽ വേർഷിപ്പ് അല്ലെ, നമ്മൾ എന്താ പറയുന്നത് ഇന്ന് കാണുന്ന പോലെ ഒരു ഐഡൽ വേർഷിപ്പ് കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ആൻഡ് സാക്രിഫൈസസ് അല്ലെ, യാചനാസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. ഫോർ കോമൺ പ്രോസ്പെരിറ്റി, എല്ലാവരുടെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സാക്രിഫൈസസ്, യാചനാസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ബിലീഫ് ഇൻ ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണത്തിന് ശേഷം ഒരു ലൈഫ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ എല്ലാവർക്കും ഒരു ബിലീവ്സും ഉണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മളെ ഏർലി വേദിക് പീരീഡിലെ എന്താ പറയുന്നത് റിലീജിയൻ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമായിരുന്നു അവിടെ ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം വരുന്നതാണ് മെയിൻ ആയിട്ട് വരുന്നതാണ് പൊളിറ്റിക്കൽ ചേഞ്ചസ് അല്ലെ. കിങ്സ് പവർ ഇൻക്രീസ് ബിക്കേം ഹെറിഡിറ്ററി റൂളർ അല്ലെ. കിങ്സിന്റെ പവർ എന്താ പറയുന്നത് കുറച്ചുകൂടി കൂടി, അപ്പൊ എന്താ ഒരു ഹെറിഡിറ്ററി റൂളർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഫോർമേഷൻ ഓഫ് ലാർജ് കിങ്ഡംസ് അല്ലെ, മഹാജനപദാസ് എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ കിങ്ഡംസ് ആ സമയത്ത് ഫോം ചെയ്യാൻ തുടങ്ങി. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് മഹാജനപദാസ് എന്ന് പറയുന്നത്. അതിനുശേഷം സഭാൻ സമിതി ലോസ് ഇമ്പോർട്ടൻസ് അല്ലെ, സഭയെ സമിതിക്കുള്ള ഇമ്പോർട്ടൻസ് കുറഞ്ഞു. കാരണം എന്താണ്, മഹാജനപദാസ് വന്നു, കിങ്ങിന്റെ പവർ കൂടി, അതോടുകൂടി എന്താ പറയുക സഭാ സമിതി എന്നുള്ള അതിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു. അവര് രാജാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഇമ്പോർട്ടൻസ് കുറഞ്ഞു. പിന്നെ മെയിൻ ആയിട്ട് എന്താ പറയുന്നത് കുറച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നു. ന്യൂ ഒഫീഷ്യൽസ് അല്ലെ, ബഹദൂക എന്ന് പറഞ്ഞിട്ട് ടാക്സ് കളക്ടർ, ട്രഷറർ അല്ലെ, ഇങ്ങനത്തെ പല പല പുതിയ പുതിയ പോസ്റ്റുകളും പുതിയ പുതിയ ഒഫീഷ്യൽസ് കാര്യങ്ങളൊക്കെ ഈ സമയത്ത് വന്നു. അതിനുശേഷം ലേറ്റർ വേദിക് ഏജ് ആണ്. ആ സമയത്ത് അതിന്റെ സമയത്തുള്ള എക്കണോമി എങ്ങനെയാണ് നോക്കുന്നത്. ഓക്കെ, ലേറ്റർ വേദിക് ഏജിലെ എക്കണോമി എങ്ങനെയാണ് നോക്കുന്നത്. സോ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് അഗ്രികൾച്ചർ അല്ലെ. അഗ്രികൾച്ചർ ബിക്കെയിം ദ പ്രൈമറി ഒക്യുപ്പേഷൻ. അതായത് ഇതിനു മുമ്പ് കാറ്റൽ വെൽത്ത് ആയിരുന്നു, അത് മാറിയിട്ട് ഇപ്പൊ എന്തായി അഗ്രികൾച്ചർ ആയി അല്ലെ. അഗ്രികൾച്ചർ ബിക്കെയിം ദ പ്രൈമറി ഒക്യുപ്പേഷൻ. ആൻഡ് യൂസ് ഓഫ് അയൺ ടൂൾസ് അല്ലെ, അയൺ ടൂൾസ് കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി ഫോർ ഫാമിംഗ് എവറിത്തിങ് അല്ലെ. ഫാമിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ അയൺ ടൂൾസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് സർപ്ലസ് പ്രൊഡക്ഷൻ ലെഡ് ടു അർബൻ ഗ്രോത്ത് അല്ലെ. കൂടുതൽ പ്രൊഡക്ഷൻ സർപ്ലസ് ആയി, പ്രൊഡക്ഷൻ കുറച്ചും കൂടി അത് അർബൻ ഗ്രോത്തിന് കാരണമായി. അതിനുശേഷം ടാക്സസ് കളക്ടഡ് ഫ്രം പീപ്പിൾ, ടാക്സസ് കളക്ട് ചെയ്യാൻ തുടങ്ങി ഈ സമയത്ത് തന്നെ. ഇങ്ങനെയൊക്കെയായിരുന്നു ലേറ്റർ വേദിക് ഏജിലെ എക്കണോമി വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ലേറ്റർ വേദിക് ഏജിലെ തന്നെ സൊസൈറ്റിനെ പറ്റി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാണ്. സോ വർണ്ണ സിസ്റ്റം ബിക്കം റിജിഡ്, വർണ്ണ സിസ്റ്റം കുറച്ചുകൂടി കൂടി. അത് ബേസ്ഡ് ഓൺ ബർത്ത് ആയി അല്ലെ, മറ്റേ ജോലി വെച്ചിട്ടായിരുന്നു നമ്മൾ എങ്ങനെയായിരുന്നു വർണ്ണ സിസ്റ്റം കണക്കാക്കിയിരുന്നത്. പക്ഷെ ഇപ്പൊ പിന്നെ അത് ബൈ ബർത്ത് എന്നുള്ള രീതിക്കായി മാറി. ആൻഡ് വുമൺ ലോസ് ഏർലിയർ റൈറ്റ്സ്, നോ വേദിക് എഡ്യൂക്കേഷൻ ഓർ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ അല്ലെ. വുമൺസ് എന്താ പറയുന്നത് അവരുടെ റൈറ്റ് കാര്യങ്ങളൊക്കെ പോയി. അതിനുശേഷം എന്താ നോ വേദിക് എഡ്യൂക്കേഷൻ ഓർ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, അവരുടെ എഡ്യൂക്കേഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എല്ലാം അവരിൽ നിന്ന് ഒഴിവാക്കി. അതിനുശേഷം ജോയിന്റ് ഫാമിലി സിസ്റ്റം സ്ട്രെങ്തൻ അല്ലെ, ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റം അവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അതിനുശേഷം സോഷ്യൽ ഹയറാർക്കി ബിക്കം സ്ട്രിക്റ്റ്, ഒരു സോഷ്യൽ ഹയറാർക്കി എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയി. വർണ്ണ സിസ്റ്റം കുറച്ചും കൂടി എന്താ പറയുന്നത് റിജിഡ് ആയി. അതിനുശേഷം ലേറ്റർ വേദിക് ഏജിലെ റിലീജിയനാണ് നമ്മൾ നോക്കുന്നത്. സോ മെയിൻ ആയിട്ട് അവർ വേർഷിപ്പ് ചെയ്തിരുന്നത് പ്രജാപതി അല്ലെ, ക്രിയേറ്റർ, ആൻഡ് വിഷ്ണു. ഇങ്ങനത്തെ രണ്ടുപേരായിരുന്നു അവരെ എപ്പോഴും വേർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഐഡൽ വേർഷിപ്പ് അത് തുടങ്ങി. ഇതിനു മുമ്പ് നമ്മൾ എന്താ ഐഡൽ വേർഷിപ്പ് ഉണ്ടായിരുന്നില്ല, അത് ഈ ലേറ്റർ വേദിക് ഏജിൽ ഐഡൽ വേർഷിപ്പ് തുടങ്ങി. സാക്രിഫൈസസ് ബിക്കെയിം മോർ കോംപ്ലക്സ് അല്ലെ, സാക്രിഫൈസസ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ട് വരാൻ തുടങ്ങി. അതിനുശേഷം റൈസ് ഓഫ് ഫിലോസഫിക്കൽ തിങ്കിങ്, ഉപനിഷത്ത് പ്രൊമോട്ടഡ് കാമ മോക്ഷ ആത്മൻ കൺസെപ്റ്റ് അല്ലെ. ഫിലോസഫിക്കൽ തിങ്കിങ് അതിന്റെ ഒരു ഉയർത്തുവരവിന്റെ കാലമായിരുന്നു ആ ലേറ്റർ വേദിക് ഏജിൽ ഉണ്ടായിരുന്നത്. ഉപനിഷത്തുകൾ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്തു. കർമ്മ, മോക്ഷ, ആത്മൻ തുടങ്ങിയ കൺസെപ്റ്റുകളൊക്കെ കുറച്ചുകൂടി വ്യാപിക്കാൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ടേബിൾ ആണ്. കീ ഡിഫറൻസസ് അല്ലെ, ഏർലി ആൻഡ് ലേറ്റർ വേദിക് ഏജിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കീ ഡിഫറൻസസ് നമ്മൾ നോക്കാൻ പോവാണ്. സോ ലൈക്ക് എക്കണോമി, ഏർലി വേദിക് ഏജിൽ അത് പാസ്റ്റോറൽ ആയിരുന്നു. ലേറ്റർ വേദിക് പീരീഡിൽ അതൊരു അഗ്രികൾച്ചറൽ എന്നുള്ള രീതിക്ക് മാറി അല്ലെ. ഈ സമയത്ത് പശു കാര്യങ്ങളൊക്കെ ആയിരുന്നു, പിന്നുള്ള വരുന്ന സമയത്ത് അതൊരു അഗ്രികൾച്ചർ എന്നുള്ള രീതിക്ക് മാറി. അതിനുശേഷം കിങ്സ് പവർ അല്ലെ, ഏർലി വേദിക്കിൽ അത് ലിമിറ്റഡ് ആയിരുന്നു, നമ്മുടെ ലേറ്റർ വേദിക്കിൽ അത് ഭയങ്കര സ്ട്രോങ് ആയി. പിന്നെ സൊസൈറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫ്ലെക്സിബിൾ പറഞ്ഞായിരുന്നു, പക്ഷെ അത് റിജിഡ് പറഞ്ഞായി അല്ലെ. ഇത് എന്താ ലേറ്റർ വേദിക് ഏജിൽ അതൊരു ബൈ ബർത്ത് എന്നുള്ള രീതിക്കായി നമ്മുടെ സൊസൈറ്റിയുടെ എന്താ വർണ്ണ സിസ്റ്റം കാര്യങ്ങളൊക്കെ. വുമൺ സ്റ്റാറ്റസ് ഏർലി വേദിക്കിൽ ഭയങ്കര ഹൈ ആയിരുന്നു, പിന്നെയുള്ള ലേറ്റർ വേദിക്കിൽ അത് ഭയങ്കര ലോ ആയിട്ട് മാറി. റിലീജിയൻ എന്ന് പറയുന്നത് നാച്ചുറൽ വേർഷിപ്പ് ആയിരുന്നു. പിന്നെ അതിനുശേഷം എന്താ ഒരു ഗോഡ് വേർഷിപ്പ് ഫിലോസഫി എന്നുള്ള രീതിക്ക് നമ്മുടെ ലേറ്റർ വേദിക് ഏജിൽ അത് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. അതെ, അതിനുശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റിലായിട്ടാണ് കീ SSC എക്സാം പോയിന്റ്സ് അല്ലെ. SSC എക്സാം പോയിന്റ്സിൽ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെക്കാം.
സോ ഓൾഡസ്റ്റ് വേദം എന്ന് പറയുന്നത് ഋഗ്വേദയാണ്. അയൺ ഫസ്റ്റ് യൂസ്ഡ് ഇൻ ലേറ്റർ വേദിക് ഏജ് അല്ലെ. എപ്പോഴാണ് അയൺ ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്? ലേറ്റർ വേദിക് ഏജിലാണ്. അതിനുശേഷം ഫസ്റ്റ് ക്ലിയർ റെഫറൻസ് ഓഫ് വർണ്ണ സിസ്റ്റം അത് ഏതിലാണ് കാണിച്ചിട്ടുള്ളത്? പുരുഷ സൂക്ത അല്ലെ. ഋഗ്വേദയിലെ പുരുഷ സൂക്തയിലാണ് ആദ്യത്തെ ഫസ്റ്റ് ക്ലിയർ റെഫറൻസ് ഓഫ് വർണ്ണ സിസ്റ്റം കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം സരസ്വതി റിവർ മെൻഷൻ മോസ്റ്റ് ഇൻ ഋഗ്വേദ അല്ലെ. സരസ്വതി റിവർ ഏതിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? ഋഗ്വേദയിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഋഗ്വേദ ഋഗ്വേദ കമ്പോസ്ഡ് ഇൻ നോർത്ത് വെസ്റ്റ് ഇന്ത്യ അല്ലെ. ഋഗ്വേദ കമ്പോസ് ചെയ്തിട്ടുള്ളത് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലാണ്. സോ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. സോ ലേറ്റർ വേദിക് പീരീഡിൽ ആൻഡ് ഏർലി വേദിക് പീരീഡിൽ നമ്മൾ ടോട്ടൽ ഒരു വേദിക് പീരീഡിനെ പറ്റി ഡിസ്കസ് ചെയ്യായിരുന്നു ഈ ക്ലാസ്സുകളിൽ. സോ നമ്മൾ അടുത്ത വീഡിയോസിൽ കൂടുതൽ കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. സോ അതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു.